അതായത് നമ്മൾ പരസ്പരമുള്ള ബന്ധം എങ്ങനെയാണ് നമുക്ക് നിലനിർത്താൻ പറ്റുന്നത്? നമ്മളൊരു വ്യക്തിയുമായിട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിയുമായിട്ടുള്ള സമ്പർക്കത്തിൽ നമ്മളിൽ ഉണരുന്ന അല്ലെങ്കിൽ നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെ ബേസ് ചെയ്താണ് നമുക്ക് പരസ്പരമുള്ള ബന്ധം അവിടെ അറിയുന്നത്. അപ്പം നമ്മളിൽ മാറ്റം ഉണ്ടാകുന്നത് എവിടെയാണ്? കൃത്യമായിട്ടുള്ളൊരു വ്യവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റം. അതിൽ നിരന്തരം മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പിടുത്തവും ഇല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് ഒരു സ്ഥലത്തും ഒരു ക്ലാരിറ്റി ഒരിക്കലും ഉണ്ടാകാൻ പോലില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് നമ്മളിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഒരു ബേസ് കയ്യിലുണ്ടാകണം. ആൻഡ് ആ ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അടുത്ത ഒരു പുരോഗമനം അല്ലെങ്കിൽ അടുത്തൊരു സവിശേഷതയുമായിട്ടുള്ള ബന്ധത്തിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പരസ്പരം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റം, പുതുമയുണ്ടാകുന്ന മാറ്റം, അത് നമ്മൾ എത്തിപ്പെടാൻ സാധിക്കാത്ത മേഖലകൾ നമ്മളിലുള്ളത് തുറന്നു കിട്ടാനുള്ള അവസരങ്ങളാണ് മറ്റുള്ളവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും സംഭവിക്കേണ്ടത്. അല്ലെങ്കിൽ മറ്റൊരാൾ എന്ത് ചെയ്തു, പ്രവൃത്തി ചെയ്തു, അയാൾ ചെയ്ത പ്രവൃത്തി നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾക്ക് വലിയ ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. അത് കാര്യപ്രസക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ വീണു പോകുന്നത്. ഇപ്പോൾ മറ്റൊരാളുടെ വീട് കാണുമ്പോൾ ഭയങ്കര വീടാണല്ല, പക്ഷേ എൻ്റെ വീട് ഞാൻ തീരെ നിലവാരമില്ലാത്ത ഒരു വീടാക്കി. എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു ഗുണവുമില്ല. അല്ല, വീടിൻ്റെ വലിപ്പം കൊണ്ടല്ല. വീട്ടിൽ സ്വസ്ഥമായിട്ട് താമസിക്കുന്നുണ്ടെങ്കിൽ ആ വീട് മതി. വീട്ടിൽ സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേറെ ഭയങ്കര വലിയ വീട്, കൊട്ടാരമൊക്കെ കാണുമ്പോൾ അയ്യോ ഭയങ്കര സൂപ്പറാണല്ല, ഒരു കാര്യവുമില്ല. മനസ്സിലായി? കാരണം ഇതിനകത്ത് നമ്മളൊരു കുടിലാണെങ്കിലും ആ കുടിലിനകത്ത് സംതൃപ്തമായിട്ടാണ് താമസിക്കുന്നതെങ്കിൽ ആ കുടിൽ മതി. ഒരു ഭയങ്കര വലിയ കൊട്ടാരങ്ങളൊന്നും പണിയേണ്ട കാര്യമില്ല. നമ്മളൊക്കെ ഇപ്പോൾ ജനിച്ച് വീണത് ഈ രീതിയിലുള്ള വീടുകളിലാണ്. അതുകൊണ്ട് നമ്മളൊക്കെ അത് ഫോളോ ചെയ്യുന്നു. അതിന് വീട് വലുതാക്കണമെന്നുണ്ടെങ്കിൽ ആളുടെ അംഗങ്ങളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ ഓക്കെ, വീട് വലുതാക്കണം. അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നില്ലെങ്കിൽ എന്തിനാണ് വീട് വലുതാക്കുന്നത്? വലിയ വണ്ടി എന്തിനാണ് വാങ്ങുന്നത്? വലിയ വണ്ടി വാങ്ങുന്നത് അതിനകത്ത് ആളുടെ എണ്ണം കൂടിയിട്ടാണ്, മനസ്സിലായി? അല്ലെങ്കിൽ നമ്മൾ വീട്ടിലാരെങ്കിലും ബസ് മേടിച്ചിടുക. ബസ് മേടിക്കത്ത രീതിയിൽ അംഗങ്ങളുണ്ടെങ്കിൽ ബസ് തന്നെ വാങ്ങണം വീട്ടിൽ, മനസ്സിലായ? ഒരു 10-25 പേരൊരു വീട്ടിലുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോകാനായിട്ട് കാറ് പോരാ, വലിയ വണ്ടി തന്നെ വേണം. അല്ലെങ്കിൽ നമ്മൾ ലൈൻ ബസ്സിന് പോകണം, മനസ്സിലായി? അതല്ല അത്യാവശ്യമുള്ളപ്പോഴൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ബസ് തന്നെ വാങ്ങുക തന്നെ വേണം. അപ്പം നമ്മളുടെ ആവശ്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ആ ആവശ്യങ്ങൾ നിറവേറ്റുന്നവന് കൃത്യമായിട്ട് തുടർച്ചയായിട്ട് അവനെ സമാധാനമുള്ളൂ. അല്ലാത്തവർക്ക് സമാധാനം ഉണ്ടാകില്ല. അപ്പോൾ തമ്മിൽ പരസ്പരം ഉള്ള ബന്ധമെന്ന് പറയുന്നത് വളരെ പവിത്രമായിട്ടുള്ളൊരു ബന്ധമാണ്. അത് പവിത്രമായിട്ട് മാത്രമേ ഒരു ബന്ധം അവിടെ ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പരസ്പരം സംസാരിച്ചു, അതുകൊണ്ട് നമുക്കൊരുപാട് പ്രശ്നങ്ങളേ ഉണ്ടാകത്തുള്ളൂ. രണ്ട് വ്യക്തികൾ പരസ്പരം സംസാരിക്കുമ്പോൾ, ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടാകണം. ഞാൻ എന്താണ് സംസാരിക്കുന്നത്, എന്തുകൊണ്ടാണ്, എൻ്റെ ആശ്വാസത്തിൽ നിന്നാണോ എൻ്റെ അസ്വസ്ഥതയിൽ നിന്നാണോ? അസ്വസ്ഥതയിലാണെങ്കിൽ അവിടെ ഗതികേട് കൊണ്ടാണ്, നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. മറ്റൊരാളെ ചീത്ത പറയുന്നു. എന്തുകൊണ്ട് മറ്റൊരാളെ ചീത്ത പറയുന്നു? എനിക്ക് ഞാനായിട്ടിരിക്കാൻ പറ്റുന്നില്ല. അയാൾ പ്രവർത്തിക്കുമ്പോൾ എന്നിൽ അസ്വസ്ഥത ഉണ്ടാകുന്നു. മറ്റൊരാളുടെ പ്രവർത്തനം കണ്ടിട്ട് അയാൾ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ആന്തരികമായിട്ടുള്ള വ്യവസ്ഥകളൊക്കെ കിടന്ന് തിരിഞ്ഞു മറിയുന്നു, ഞെരുവിരി കൊള്ളുന്നു. കാരണം ഞാൻ പ്രവർത്തിക്കുന്ന ഭാഗത്തൊന്നുമില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രവർത്തനം എന്നെ സ്വാധീനിക്കും. കഷ്ടകാലമാണ്. ഒരിക്കലും സ്വസ്ഥത കിട്ടത്തില്ല.